ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 62. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള വകുപ്പുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1066 തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ 1082 ഇന്ന് പ്രവേശിക്കുകയാണ്. ആരാധനക്രമത്തിൻ്റെ അഥവാ ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ് എന്ന കാര്യങ്ങളാണ് 1077 മുതൽ 1083 വരെയുള്ള ഖണ്ഡങ്ങളിലുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ദ ലിറ്റർജി ഓഫ് ദ സ്പിരിറ്റ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു, സ്വർണ്ണ കാളക്കുട്ടിയാണ് ജനാഭിമുഖ കുർബാന. അത് മാർപ്പാപ്പ തന്നെ പറഞ്ഞതാണ് എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ച് വ്യാഖ്യാനിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ 1082 കത്തോലിക്ക സഭയുടെ മതബോധനം 1082 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻ ദ ചർച്ചസ് ലിറ്റർജി ദ ഡിവൈൻ ബ്ലെസ്സിംഗ് ഈസ് ഫുള്ളി റിവീൽഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ്. ദ ഫാദർ ഈസ് അക്നോളജ്ഡ് ആൻഡ് അഡോർഡ് ആസ് എ സോഴ്സ് ആൻഡ് എൻഡ് ഓഫ് ഓൾ ദ ബ്ലെസ്സിംഗ്സ് ഓഫ് ക്രിയേഷൻ ആൻഡ് സാൽവേഷൻ. In his word, who became incarnate, died and rose for us, he fills us with his blessings. Through his word, he pours into our hearts the gift that contains all gifts, the Holy Spirit. എൻ്റെ മലയാള പരിഭാഷ നിങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം POC നിറക്കിയിട്ടുള്ളത് വായിക്കാം. ഞാൻ എൻ്റേതായ പരിഭാഷയാണ് നൽകുന്നത്. സഭയുടെ ലിറ്റർജിയിൽ ദൈവിക വാഴ്വ് പൂർണ്ണമായി വെളിപ്പെടുകയും പകർന്ന് നൽകപ്പെടുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യരക്ഷ എന്നിവ സംബന്ധിച്ച സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടവും ലക്ഷ്യവും എന്ന നിലയിൽ ദൈവപിതാവ് അംഗീകരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുകയാണ് സഭയുടെ ലിറ്റർജിയിൽ. നമുക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ വരികയും മരിക്കുകയും ഉയർക്കുകയും ചെയ്ത അവന്റെ വചനത്തിൽ ദൈവം നമ്മെ തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന ദാനമായ പരിശുദ്ധാത്മാവിനെ ദൈവം തന്റെ വചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്നു. പ്രത്യക്ഷത്തിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഈ ഖണ്ഡത്തിൽ ഇല്ലല്ലോ എന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. പ്രധാനമായിട്ടും 7 കാര്യങ്ങൾ വളരെ എന്താ പറയുക, ഒരു ഗുളിക രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ 7 കാര്യങ്ങളൊന്ന് നമുക്ക് കാണാം. ഒന്നാമതായിട്ട്, സഭയുടെ ലിറ്റർജിയിൽ ദൈവിക വാഴ്വ് പൂർണ്ണമായും വെളിപ്പെടുകയും പകർന്നു നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് സഭയുടെ ലിറ്റർജി എന്ന് പറഞ്ഞാൽ ആരാധനക്രമം, എന്തുകൊണ്ട് സഭയുടെ ലിറ്റർജിയിലാണ്, ആരാധനക്രമത്തിലാണ് ദൈവത്തിന്റെ വാഴ്വ് പൂർണ്ണമായി വെളിപ്പെടുന്നതും പൂർണ്ണമായി നൽകപ്പെടുന്നതും? എന്തുകൊണ്ട് സഭയുടെ ലിറ്റർജിയിൽ? എന്തുകൊണ്ട്? ഒറ്റ വാക്കൊരു ഉത്തരം പറഞ്ഞാൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ യേശു കൈമാറിയത് വിശുദ്ധ പത്രോസിനാണ് എന്നതുകൊണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നുവെന്ന് പത്രോസിനോട് പറഞ്ഞ് പത്രോസിന് താക്കോൽ കൈമാറി. മത്തായിയുടെ സുവിശേഷം 16:19. അത് പത്രോസിന് മാത്രമേ കൈമാറിയിട്ടുള്ളൂ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ. അതുകൊണ്ട് പത്രോസ് അധ്യക്ഷം വഹിക്കുന്ന സഭയിലാണ്, ആ സഭയുടെ ലിറ്റർജിയിലാണ് ദൈവത്തിന്റെ വാഴ്വ്. കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇപ്പൊ ആരുടെ കയ്യിലാ? പത്രോസിന്റെ കയ്യില്. പത്രോസിന്റെ കയ്യിൽ എന്ന് വെച്ചാൽ അന്നത്തെ പത്രോസിന്റെ കയ്യിൽ മാത്രമല്ലല്ലോ, പത്രോസിന്റെ കുടുംബകാര്യത്തിന് വേണ്ടി കൊടുത്തതല്ലോ സ്വർഗരാജ്യത്തിന്റെ താക്കോല്, സഭയ്ക്കാണ്. അപ്പോൾ പത്രോസ് അധ്യക്ഷനായിരിക്കുന്ന സഭയ്ക്കാണ്, ആ സഭയില് പത്രോസിന്റെ കയ്യില്, പത്രോസിന്റെ പിൻഗാമികളുടെ കയ്യിലാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോല്. സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിന്റെ കയ്യിലും പത്രോസിന്റെ പിൻഗാമികളുടെ കയ്യിലുമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ വാഴ്വ്, ദൈവത്തിന്റെ വാഴ്വ്, ദൈവിക വാഴ്വ് സഭയുടെ ലിറ്റർജിയിൽ മാത്രമാണ് പൂർണ്ണമായി വെളിപ്പെടുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ നൽകപ്പെടുന്നതും. അതുകൊണ്ട് കുറെ അത്ഭുതങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്രോട്ടസ്റ്റന്റ് സഭകളിലോ പെന്തക്കോസ്ത് സമൂഹങ്ങളിലോ അതൊന്നും തന്നെ അവിടെ അത്ഭുതങ്ങൾ ഉള്ളത് കൊണ്ട് കാര്യമില്ല. അത്ഭുതങ്ങൾ വിജാതീയരുടെ ഇടങ്ങളിലും കാണുന്നുണ്ട്.
അതല്ലല്ലോ, അത്ഭുതങ്ങളല്ല രക്ഷയുടെ അടയാളം. രക്ഷയുടെ അടയാളം അത്ഭുതങ്ങളല്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ആർക്കാണോ കൈമാറ്റം ചെയ്ത് കിട്ടിയിരിക്കുന്നത്, അവര് സ്വർഗരാജ്യത്തിന്റെ ഭണ്ഡാരം തുറന്ന് ദൈവത്തിന്റെ വാഴ്വ് വിതരണം ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിന്റെ വാഴ്വ് പൂർണ്ണമായി വെളിപ്പെടുന്നതും അപൂർണമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണും, പൂർണ്ണമായി വെളിപ്പെടുന്നതും പൂർണ്ണമായി പകർന്നു നൽകപ്പെടുന്നതും സഭയുടെ ലിറ്റർജിയിലാണ്. കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസ് അധ്യക്ഷനായിരിക്കുന്ന സഭയുടെ കയ്യിലേ ഉള്ളൂ, പത്രോസിന്റെ പിൻഗാമികളുടെ കയ്യിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ലിറ്റർജിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതും സഭയാണ്. ഓരോ അച്ഛനും ഓരോ മെത്രാനും തോന്നിയ പോലെ ലിറ്റർജി കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സ്വർഗരാജ്യത്തിന് താക്കോൽ ഇരിക്കുന്നത് മാർപ്പാപ്പയുടെ കയ്യിലാണ്. അപ്പോൾ ഒന്ന് ഇല്ലിസിറ്റ് ആണെന്നും ഒന്ന് ലിസിറ്റ് ആണെന്നും ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പിന്തുടരാനേ മറ്റുള്ളവർക്ക് അനുവാദമുള്ളൂ, അധികാരമുള്ളൂ. ചിലര് പറയാറുണ്ട്, ഓ യേശുക്രിസ്തുവിനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ സഭ എനിക്കിഷ്ടമല്ല, ഞാൻ പള്ളിയിലും പോകില്ല. അങ്ങനെ പറയുന്നവർക്ക് ആരാണ് യേശുക്രിസ്തുവെന്നോ എന്താണ് തിരുവചനമെന്നോ എന്താണ് സഭ എന്നോ അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് യേശുക്രിസ്തുവിന് ഇഷ്ടമാണ്, സഭ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വിപുലീകരണമാണ്, എക്സ്റ്റൻഷനാണ് സഭ എന്നതും യേശുക്രിസ്തു തന്റെ സ്വർഗരാജ്യത്തിന് താക്കോൽ സഭയെ ഏൽപ്പിച്ച കാര്യവും അവർക്കറിയില്ല. എന്താണ് സ്വർഗരാജ്യത്തിന് താക്കോൽ എന്നും അറിയില്ല, തിരുവചനങ്ങൾ അർത്ഥം അറിയില്ല, യേശുക്രിസ്തു ആരെന്നറിയില്ല, സഭ എന്താണെന്നറിയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്, സഭ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ യാതൊരു വിവരവും അവർക്കില്ലെന്നാണ് എൻ്റെ അർത്ഥം. സ്നേഹവും ഇല്ല. സ്നേഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, പ്രപഞ്ച സൃഷ്ടി, മനുഷ്യരക്ഷ. ഇത് രണ്ടിനും മുൻകൈയെടുത്തത് ദൈവപിതാവാണ്. അതിനാൽ തന്നെ സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണ്, ലക്ഷ്യവും ദൈവം തന്നെയാണ്. അവിടെ നിന്ന് വന്നു അവനിലേക്ക് പോകുന്നു, അവനിൽ നിന്ന് വന്നു അവനിലേക്ക് പോകുന്നു. പ്രപഞ്ച സൃഷ്ടിയും മനുഷ്യരക്ഷയും അവനിലേക്ക് വന്നു. ഈ പ്രപഞ്ചം അത് രൂപാന്തരപ്പെട്ട് പുതിയ ആകാശം പുതിയ ഭൂമിയുമാകും. നോക്കൂ വാക്കുകൾ, പുതിയ ആകാശം പുതിയ ഭൂമിയും. ഈ ആകാശം ഈ ഭൂമി ഇല്ലാണ്ടാകുന്നല്ല പറഞ്ഞേ, പുതിയത് വരും. അതായത് ഇത് രൂപാന്തരപ്പെടും. ആ രൂപാന്തരം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടി ദൈവം സൃഷ്ടിച്ചു, അത് രൂപാന്തരപ്പെടുകയാണ്. ഈ വേണമെങ്കിൽ ഇത് ഇച്ചിരി കട്ടിയായ കാര്യമാണ്, ഞാൻ ഇപ്പോൾ ഓർത്തത്, പറയണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും പറയാം. ഈ ഹിന്ദു മതത്തിലും ഗ്രീക്ക് തത്വചിന്തയിലൊക്കെ ആത്മാവിന് വസിക്കാൻ പ്രത്യേകിച്ച് ഒരു ഇടം വേണ്ട, ഒരു ശരീരം തന്നെ വേണമെന്നില്ല. അതുപോലെ മനുഷ്യർക്ക് വസിക്കാൻ ഭൂമി വേണമെന്നില്ല, അങ്ങനെയാണ് അവരുടെ ചിന്ത. ആത്മാവ് ഒന്നാമത്തിൽ ഈ മായയാണ് ഈ പ്രപഞ്ചം എന്നാണ് അവർ വിചാരിക്കുന്നത്, യാഥാർത്ഥ്യമല്ല. അപ്പം അതുകൊണ്ട് ആത്മാവിന് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാമെന്നാണ്. ക്രിസ്തു ധർമ്മം അങ്ങനെയല്ല പറയുന്നത്. മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ എടുക്കപ്പെട്ടത്, ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് മനുഷ്യൻ എടുക്കപ്പെട്ടത്. അപ്പൊ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ അവസ്ഥ, അവന്റെ ജീവിതം. അപ്പോൾ അവൻ മരിച്ച് മണ്ണായാലും ഈ മണ്ണിൽ നിന്നാണ് എടുക്കപ്പെട്ടത്, ആ മണ്ണ് തന്നെയും രൂപാന്തരപ്പെടുകയും. അപ്പോൾ പ്രപഞ്ചമില്ലാതെ മനുഷ്യനില്ല, പ്രപഞ്ചമില്ലാതെ മനുഷ്യനില്ല, പ്രപഞ്ചമില്ലാതെ മനുഷ്യനില്ല. നമ്മൾ ഉത്ഥാനത്തിലും നമ്മൾ ആളത്വം നിലനിർത്തുമ്പോൾ അപ്പോഴും ഒരു പ്രപഞ്ചം വേണം, രൂപാന്തരപ്പെട്ട പ്രപഞ്ചം. അപ്പോൾ മനുഷ്യര് മാത്രമല്ല രൂപാന്തരപ്പെട്ട് തേജസ്സാർന്ന ആളുകളായിട്ട് മാറുന്നത്, മറിച്ച് പ്രപഞ്ചം തന്നെയും രൂപാന്തരപ്പെട്ട് തേജസ്സിലാകും. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി മനുഷ്യരക്ഷ ഇത് വളരെ അടുത്ത് കിടക്കുന്നതാണ്. അവനിൽ നിന്ന് വന്നു, ദൈവപിതാവിൽ നിന്ന് വന്നു, ദൈവപിതാവിലേക്ക് തേജസ്സോടെ മടങ്ങിപ്പോകുന്നു. ഇതാണ് ആ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യരക്ഷ എന്നിവ സംബന്ധിച്ച് സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടവും ലക്ഷ്യവും എന്ന നിലയിൽ ദൈവപിതാവിനെ അംഗീകരിക്കുകയും ആരാധിക്കുകയുമാണ് ലിറ്റർജിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നൽകപ്പെടുന്ന ഗോതമ്പപ്പം, ഈ പ്രപഞ്ചത്തിൽ നൽകപ്പെടുന്ന മുന്തിരി വീഞ്ഞ് അത് ഉപയോഗിച്ച് മനുഷ്യരക്ഷയും മനുഷ്യരക്ഷയുടെ അടയാളമായ ദിവ്യബലിയും അർപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ പ്രപഞ്ചവുമായി ചേർന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് സൂര്യനെ ആരാധിക്കാനല്ല. എല്ലാ മതങ്ങളും കിഴക്കോട്ട് നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുക. കാരണം എന്താണ്? പ്രാർത്ഥനയുടെ ദിശ എന്ന് പറയുന്നത് കിഴക്കാണ്. അതായത് ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ ഉദയസൂര്യനെ പിന്നെ കർത്താവ് വരും. അത് ദൈവശാസ്ത്രം. ദൈവശാസ്ത്രവും ഭൂമിശാസ്ത്രവും സമ്മേളിക്കുന്ന ഒരേ ഒരു ദിശയേ ഉള്ളൂ, അത് കിഴക്കാണ്. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നില്ലല്ലോ, തെക്കും വടക്കും ഉദിക്കുന്നില്ല, കിഴക്ക് മാത്രമേ ഉള്ളൂ.
അപ്പൊ പ്രപഞ്ചത്തിന്റെ ഉദയവും രക്ഷയുടെ ഉദയവും ഒരൊറ്റ ദിശയിലാണ്, കിഴക്കാണ്. അതുകൊണ്ടാണ് മറ്റൊരു ദിശയ്ക്കും പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം. അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവോന്മുഖമായി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ കിഴക്കോട്ട് തിരിയാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവോന്മുഖമായി പ്രാർത്ഥിക്കണമെന്ന് പറയണേ. അതായത് ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ്. ആ ദൈവപിതാവിലേക്ക് തിരിഞ്ഞേ പ്രാർത്ഥിക്കാൻ പറ്റൂ, അങ്ങനെ പറ്റൂ. അപ്പോൾ ജനാധിപത്യം വന്ന കാലമല്ലായിരുന്നത് കൊണ്ടാണ്, അന്ന് പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ദൈവം അങ്ങനെ ആ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ പരിമിതിക്കുള്ളിൽ നിന്നവനാണോ? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പൗരത്വം കൊടുക്കാനായിട്ട് സഭയ്ക്ക് പറ്റാത്തത്? യേശുവിന്റെ കൂടെ സ്ത്രീകളായി ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ അപ്പസ്തോലന്മാരിൽ 12 പേരും സ്ത്രീകൾ ആരും തിരഞ്ഞെടുത്തില്ല. അന്ത്യത്താഴത്തിലെ കുർബാന സ്ഥാപിക്കുന്ന രംഗത്ത് പുരുഷന്മാരായ 12 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്ന് മത്തായി മർക്കോസും എഴുതിയിട്ടുണ്ട്. സ്ത്രീകളെ കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടുവന്നത് വലിയ വിപ്ലവമൊക്കെയായിരുന്നു. അപ്പസ്തോലയായിട്ട് മറിയം മഗ്ദലേക്ക ഉണ്ട്, പക്ഷെ 12 പേരിൽ അവളില്ല. അതുപോലെ അന്ത്യത്താഴത്തില് 12 ആണുങ്ങളെ ഉള്ളൂ. അപ്പൊ ക്രിസ്തു ഇങ്ങനെയുള്ള സംസ്കൃതിയുടെ പരിമിതികളുള്ളവനായിരുന്നില്ല, വിപ്ലവം നടത്തിയവനാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് സ്ത്രീകളെ ഓർഡൈൻ ചെയ്തില്ല? അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. സഭയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പറ്റാത്തത് കൊണ്ടാണ്. കർത്താവ് ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കർത്താവ് എന്ത് ചെയ്തു? കർത്താവിൽ നിന്ന് വന്നു, കർത്താവിലേക്ക് പോകുന്നു. പ്രപഞ്ച സൃഷ്ടിയും മനുഷ്യരക്ഷയും അവനിൽ നിന്നാണ് മുൻകൈയെടുത്തത്. നമ്മൾ തിരിച്ചു പ്രപഞ്ചം രൂപാന്തരപ്പെട്ടു പോകുന്നതും മനുഷ്യരക്ഷയെ കഴിഞ്ഞ് നമ്മൾ പോകുന്നതും പിതാവിലേക്കാണ്. അപ്പൊ ആ പിതാവിലേക്ക് നോക്കിയിട്ടല്ലാതെ സഭയുടെ ലിറ്റർജി ചെയ്യാൻ പറ്റില്ല. മാർപ്പാപ്പ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ലത്തീൻ സഭയിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും അത് ശരിയാകണമെന്നില്ല. അവിടെ തെറ്റിദ്ധാരണ മൂലമാണ് അത് വന്നതെന്ന് പല പ്രാവശ്യം മാർപ്പാപ്പമാർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മാറുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് നമുക്ക് ഉത്തരവുണ്ട്. ഒരു ചെറിയ സഭയിൽ പോലും ഇത് നടപ്പാക്കാൻ അച്ഛന്മാരുടെ പിടിവാശി കാരണം നടക്കുന്നില്ല, മെത്രാന്മാരുടെ അറിവില്ലായ്മ കാരണം നടക്കുന്നില്ല. അപ്പൊ ഈ മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും അറിവില്ലായ്മ മൂലമാണ് ലത്തീൻ സഭയിലും ഈ ദൈവോന്മുഖ കുർബാന നടപ്പാക്കാൻ പറ്റാത്തത്. അത് ഇനി വേറെ കാരണങ്ങൾ തേടി പോകേണ്ട കാര്യമില്ല. ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് വന്നു പ്രപഞ്ച സൃഷ്ടി, മനുഷ്യരക്ഷ, അവനിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ട് ദൈവോന്മുഖമായിട്ടേ സഭയുടെ ലിറ്റർജി അർപ്പിക്കാൻ പറ്റൂ. മറ്റത് ദൈവോന്മുഖമായിട്ടല്ലാത്തത് ഒരു ആബറേഷൻ, ഒരു ഒരു തെറ്റായ രീതി കടന്നുകൂടിയതാണ്, തിരുത്തപ്പെടും. 3, ഇക്കാര്യം, അതായത് വിശേഷിച്ച് ദൈവപിതാവാണ് പ്രപഞ്ച സൃഷ്ടിക്കും മനുഷ്യരക്ഷയ്ക്ക് മുൻകൈ എടുക്കുന്നത് എന്ന കാര്യം ലിറ്റർജിയിൽ അംഗീകരിക്കുകയാണ്. അങ്ങനെ അംഗീകരിക്കുന്നത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്. ഈ ആരാധനയാണ് നമ്മൾ പറയുന്ന വിശുദ്ധ കുർബാന. ബലി മാത്രമാണ് ദൈവത്തിന് ചേർന്ന ആരാധന. ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ്. മറ്റൊരു ആരാധനയും, അതായത് മറ്റൊന്നും തന്നെ ആരാധനയാകില്ല. നമ്മൾ ദിവ്യകാരൻ ആരാധന എന്ന് പറയുന്നത് പോലും അത് ദിവ്യബലിയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് ആരാധനയാകില്ല. നമസ്കരിക്കുന്നതും കുമ്പിടുന്നതും അല്ല ആരാധന. അതതിന്റെ ലക്ഷണമാകാം, പക്ഷെ ആകണമെന്ന് നിർബന്ധമില്ല. പഴയ നിയമത്തിൽ ജോസഫിന്റെ സഹോദരന്മാർ എത്ര പ്രാവശ്യം കുമ്പിട്ടിട്ടാണ് ജോസഫിന്റെ അടുത്ത് എത്തണേ? അതൊരു പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ്. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കാർന്നമാരുടെ കാല് തൊട്ട് വന്നിക്കും. അത് അടിമത്തമല്ല, അതൊരു സംസ്കൃതിയുടെ ഭാഗമാണ്. നമസ്കരിക്കുന്നത് ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. യൂറോപ്പില് കെട്ടിപ്പിടിച്ചാണ് അവര് സ്വാഗതം ചെയ്യുക എല്ലാവരെയും. നമ്മുടെ നാട്ടിൽ ചെയ്യാനായിട്ട് നമ്മുടെ സംസ്കൃതി അനുവദിക്കുന്നില്ല. ക്ഷയിക്കന്റ് പോലും കൊടുത്താൽ പ്രയാസമുണ്ട്. കാരണം തെറ്റായി തൊടുമെന്നാണ് മിക്കപ്പോഴും വിചാരിക്കപ്പെടുന്നതും അങ്ങനെയാണ് താനും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമസ്തേ എന്നാണ് പറയണേ. ഈ നമസ്തേ ആരാധനയാണോ? നമഹ എന്ന് പറഞ്ഞാൽ, നമസ്തേ എന്ന് പറഞ്ഞാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ കുമ്പിടുകയാണ്. ഐ ബൗ ഡൗൺ ബിഫോർ യു. അത് ആരാധനയാണോ? അല്ല, അതൊരു ആദരവാണ്. ആരാധന, ബൈബിളിൽ ആരാധന ബലി മാത്രമാണ്. അതായത് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഈശോ മിശിഹായുടെ കുരിശിലെ ബലി, അതായത് അലംഘനീയമായ അനുസരണം, മരണം വരെയുള്ള അനുസരണം, ആ അനുസരണമാണ് ബലി. ആ ബലിയോട് നമ്മളെ ഉൾച്ചേർത്തുന്നതാണ്, നമ്മളെ ആ ബലിയിലേക്ക് നമ്മൾ ഉൾച്ചേർത്തുന്നതാണ് ദിവ്യബലി, അൾത്താരയുടെ ബലി. അത് മാത്രമാണ് ആരാധന. ഇങ്ങനെ ഒരു ആരാധന പരിശുദ്ധ കന്യാമൃതം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലില്ല. വിശുദ്ധർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ കത്തോലിക്കര് വിഗ്രഹാരാധകരാണ്,
മാതാവിനെ ആരാധിക്കുന്നു, പിന്നെ വിശുദ്ധരെ ആരാധിക്കുന്നുവെന്ന് പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, ക്രിസ്റ്റഡൽഫിയൻസ്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പറയുന്നത് അവർക്ക് എന്താണ് ആരാധന എന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ബലി മാത്രമാണ് ദൈവത്തിന്, ഏകസത്യ ദൈവത്തിന് ചേർന്ന ആരാധന. ആ കുരിശിലെ ബലി, അതിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുന്ന കർത്താവിന്റെ മുഹൂർത്തമാണ് ആൾക്കാരുടെ ബലി. കുരിശിലെ ബലി ആവർത്തിക്കല്ല, കുരിശിലെ ബലിയിലേക്ക് അത് സന്നിഹിതമാക്കിയിട്ട് നമ്മെ അവന്റെ മണിക്കൂറിലേക്ക്, അവന്റെ എല്ലാം തികഞ്ഞ അനുസരണത്തിലേക്ക് നമ്മെ എടുത്തു വെക്കുന്നതാണ്. അവന്റെ എല്ലാം തികഞ്ഞ അനുസരണമാണ് ബലി, അതിലേക്ക് നമ്മെ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പൊ ഈ കാര്യം അംഗീകരിക്കുന്നതാണ് ഈ ആരാധന, അംഗീകരിക്കുന്നതാണ് ആരാധന. ആ ആരാധിച്ചുകൊണ്ടാണ് ഇത് അംഗീകരിക്കുന്നത്. അത് നടക്കുന്നത് സഭയുടെ ലിറ്റർജിയിൽ മാത്രമാണ്, സഭയുടെ ലിറ്റർജിയിൽ മാത്രമാണ്. അതുകൊണ്ട് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചിട്ട്, ബൈബിൾ ഒന്നുകൂടി ആഴത്തിൽ പഠിച്ചിട്ട്, ഈ അക്ഷരങ്ങൾ മാത്രം നോക്കാതെ അക്ഷരങ്ങളുടെ അടിയിൽ കിടക്കുന്ന സത്യങ്ങൾ കാണാനായിട്ടൊന്ന് പരിശ്രമിക്കണം. സത്യങ്ങൾ കാണാനായിട്ട് ഇങ്ങനെ പല തട്ടുകളുണ്ട്, ആ തട്ടുകളിലേക്ക് ഒന്ന് ഇറങ്ങണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ആദ്യം വചനം, വായിക്കുന്ന വചനമുണ്ട്. ആ വചനം ഒരു വസ്തുതയെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ വസ്തുതയിലൂടെ ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തിന്റെ പുറകിൽ ഒരു സത്യമുണ്ട്. ആ സത്യത്തിന്റെ പുറകിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തിന്റെ പുറകിൽ ദൈവം തന്നെയുണ്ട്. അപ്പൊ നമ്മൾ വചനം, അല്ലെ, വായിക്കുന്ന വചനം അല്ലെങ്കിൽ കേൾക്കുന്ന വചനം, അതിന് താഴെയുള്ള വസ്തുത, അതിന് താഴെയുള്ള യാഥാർത്ഥ്യം, അതിൽ നിന്ന് സത്യത്തിലേക്ക് എത്തി, അതിന് താഴെ രഹസ്യത്തിലേക്ക്, അതിന് താഴെയാണ് ദൈവം. ആ ദൈവമാണ് പാറ. എന്റെ വചനം കേട്ട് അത് ചെയ്യുന്നവർ ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ ഭവനം പണിതു. ആ പാറ ദൈവം തന്നെയാണ്. ദൈവമാകുന്ന പാറ കണ്ടെത്തിയിട്ട് ദൈവമാകുന്ന പാറപ്പുറത്ത് ഭവനം പണിതവരാണ് ക്രിസ്ത്യാനികൾ. ആ പാറ എന്ന് പറയുന്ന ദൈവമാണ് എല്ലാ വചനത്തിനും ഇണക്കുന്നത്, കൂട്ടി ഇണക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉണ്ടെങ്കിലേ മനസ്സിലാകുള്ളൂ. അങ്ങനെ ആ കൂട്ടി ഇണക്കപ്പെടുന്ന വചനത്തിന്റെ വെളിച്ചത്തിൽ വേണം എല്ലാ വചനങ്ങളെയും കാണാൻ. ഇത് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ ബൈബിൾ പഠിക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 4, ദൈവപിതാവാണ് എല്ലാത്തിന്റെയും ഉറവിടവും ലക്ഷ്യവും എന്ന കാര്യം ലിറ്റർജിയിൽ അംഗീകരിച്ചേറ്റ് പറയുന്നു. കാരണം എന്താണ്? അവനാണ് ആൽഫയും ഒമേഗയും. ആരംഭത്തിൽ നിൽക്കുന്നവനും അവസാനത്തിൽ നിൽക്കുന്നവനും ദൈവമാണ്. ഉറവിടം എന്ന നിലയിൽ ആരംഭത്തിലും ലക്ഷ്യം എന്ന നിലയിൽ അവസാനത്തിലും, ഇല്ലേ? അവനാണ് ആൽഫയും ഒമേഗയും, അതായത് ദൈവപിതാവ്. അതേ വാക്കുകൾ യേശുക്രിസ്തുവിനും കൊടുത്തിട്ടുണ്ട് വെളിപാട് പുസ്തകത്തിൽ, ആൽഫയും ഒമേഗയും. അപ്പോ ദൈവം തന്നെയായ പിതാവ്, ദൈവം തന്നെയായ പുത്രൻ. ആരംഭത്തിൽ നിൽക്കുന്ന ദൈവപിതാവ്, അവസാനത്തിൽ നിൽക്കുന്നത് ഒമേഗ പോയിന്റിൽ പുത്രൻ തമ്പുരാൻ. അപ്പൊ പിതാവിൽ നിന്നും വന്ന് പുത്രനിലേക്ക് എത്തി നിൽക്കുക. ഇതാണ് ഈ പറഞ്ഞ ഈ ഉറവിടവും ലക്ഷ്യവും എന്ന് പറയുന്നത്. അത് ലിറ്റർജിയിലാണ് എല്ലാ തരത്തിലും വെളിപ്പെടുന്നതും ആവിഷ്കരിക്കപ്പെടുന്നതും പിന്നെ അതിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്നതും. അപ്പൊ സകല ദൈവിക അനുഗ്രഹങ്ങളും ഈ സഭയുടെ ലിറ്റർജിയിൽ മാത്രമാണ് പൂർണ്ണമായും നൽകപ്പെടുന്നുള്ളൂ. മറ്റിടത്തൊക്കെ ഭാഗികമായിട്ടൊക്കെ ഉണ്ടാകാം, പക്ഷെ ലിറ്റർജിയിൽ ഇതൊക്കെ നടക്കുന്ന സംഗതിയാണ് ഈ ലിറ്റർജി. അതുകൊണ്ടാണ് അത് അങ്ങേയറ്റം വിശുദ്ധിയോടെ, അങ്ങേയറ്റം ഭക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അന്തരീക്ഷത്തിൽ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ ഓർക്കസ്ട്ര പോലെ ഒന്നും പാട്ട് പാടില്ല. ഇത് വേറൊരു ലോകമാണ്. സ്വർഗത്തിന്റെ ഒരു പ്രതീതിയാണ് പള്ളിയുടെ കെട്ടിടത്തിന് പോലും വേണ്ടത്. നമ്മൾ യൂറോപ്പിൽ നിന്ന് പഠിക്കേണ്ട സംഗതിയാണ്. ലാളിത്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചുമരൊരു കുരിശുണ്ടായാൽ ശരിയാകില്ല. സ്വർഗത്തിന്റെ ഒരു പ്രതീതിയാണ് ഈ പള്ളിയകത്ത് വേണ്ടത്. പ്രത്യേകിച്ച് മതബഹയില് ആ ദേവാലയവിരി തുറക്കുമ്പോൾ അയ്യോ ഇതാണല്ലോ സ്വർഗമെന്ന് മനുഷ്യർക്ക് ഫീൽ ചെയ്യണം. വികാരങ്ങളും കൂടി ഉൾച്ചേരണം. ബുദ്ധി മാത്രം പോരല്ലോ, ഹൃദയം കൂടി വേണ്ടേ? അപ്പോ ഹൃദയ വികാരങ്ങള് നിങ്ങളുടെ ലത്തീൻ സഭയിൽ പറയും നിങ്ങളുടെ ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. സ്വർഗത്തിലേക്ക് ഉയർത്താന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അച്ഛന്റെ മുഖം കാണണേ. അവിടെയാണ് പ്രശ്നം. സ്വർഗത്തിലേക്ക് നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരണമെങ്കിൽ സ്വർഗം അവിടെ കാണണ്ടേ? നമ്മൾ ആത്മാവ് മാത്രമല്ലല്ലോ, ശരീരം കൂടിയില്ലേ, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളില്ലേ? അപ്പൊ ഇതിനൊക്കെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന തരത്തിൽ വേണ്ടേ ദേവാലയ ഘടന? നമ്മുടെ നാട്ടില് 5 കോടി 10 കോടി ദേവാലയത്തിനായെന്ന് പറഞ്ഞ് വലിയ വീരവാദമല്ല, ആരോപണങ്ങള്. 10 കോടി ഒന്നും പോരെന്നാണ് എന്റെ അഭിപ്രായം. യൂറോപ്പിൽ ഇപ്പോഴും വിശ്വാസം നിലനിൽക്കുന്നതിന്റെ ഒരു കാരണങ്ങളിലൊന്ന് ദേവാലയത്തിന്റെ ഗാംഭീര്യമാണ്, അവിടെയുള്ള ചിത്രങ്ങളാണ്. അവിടെ പള്ളിയിൽ അച്ഛന്മാരില്ലെങ്കിലും അവിടെ സുവിശേഷ പ്രഘോഷണം നടക്കുകയാണ് ഈ ചിത്രങ്ങളെ കാണുമ്പോൾ.
ആ ചിത്രങ്ങളെല്ലാം നിശബ്ദമായിട്ടുള്ള സുവിശേഷ പ്രഘോഷണമാണ്. അത് മുഴുവൻ വിഗ്രഹാരാധന എന്നും പറഞ്ഞ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും നടക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ബൈബിൾ എന്ന പുസ്തകം വായിക്കാൻ പറ്റില്ലല്ലോ, അതൊരു വിഗ്രഹമല്ലേ? ഈ എഴുത്ത്, ചിത്രമെഴുത്ത് രണ്ടും ഒരുപോലെയല്ലേ? ഒന്ന് ചിത്രത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റത് അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു. രണ്ടും തമ്മിൽ എന്താ അന്തരം? ഈ വിവരമില്ലായ്മ ആൾരൂപം പ്രാപിച്ച് വന്നിരിക്കുകയാണ് പെന്തക്കോസ്തയിലും പിന്നെ ദൈവസഭയിലും യഹോവ സാക്ഷികളിലും. അത് അവർക്ക് ചില വചനങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ തിരിച്ചു പറയാൻ കത്തോലിക്കർക്ക് അറിയാത്തത് കൊണ്ട് അവർ പറയുന്നത് ശരിയെന്ന് വിചാരിച്ചാൽ കുറേ പേര് അങ്ങനെ പിന്നാലെ പോകുന്നു. ആഴത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നർത്ഥം. വചനത്തിന്റെ ആഴത്തിലേക്ക് കടക്കാൻ, ആ ദൈവം എന്ന പാറയെ കാണാൻ, സത്യം രഹസ്യം തിരിച്ചറിയാൻ അതിനൊന്നും മെനക്കെടില്ല. പുറത്തുള്ള വചനം മാത്രം, അത് മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷ് പോലും നോക്കാൻ മെനക്കെടില്ല പലരും. പോട്ടെ, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഈ ആൽഫ ഒമേഗ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. 5, ദൈവം തന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് മനുഷ്യാവതാരം ചെയ്ത പുത്രനിലൂടെയാണ്. കാരണം പുത്രനാണ് നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ഞാൻ ഇതിന്റെ 2 കാര്യങ്ങൾ മാത്രം പറയാം. മരണത്തിലൂടെ അവൻ കടന്നുപോയി. മരിക്കുക മാത്രമല്ല, അവൻ എന്തിനാണ് മരിച്ചിട്ട് ഉയർക്കുന്നതിന് മുമ്പ് ഒരു ദിവസം കൂടി ദുഃഖശനിയാഴ്ച മരണത്തിന്റെ താവളത്തിൽ അവൻ ആയിരിക്കണം. മരിച്ചാൽ മാത്രം പോരാ, മരണത്തിലൂടെ കടന്നുപോയി മരിച്ചവരുടെ താവളത്തിൽ അവൻ ആയിരിക്കണം. എന്തിനാ? മരണത്തെ കീഴ്പ്പെടുത്തണം. മരണത്തിന്റെ അധിപനായ പിശാചിനെ തോൽപ്പിച്ച് നരകത്തിന്റെ താക്കോലുകൾ കൈവശപ്പെടുത്തണം. അങ്ങനെ കൈവശപ്പെടുത്തി. വെളിപാട് 1:18, ഞാൻ മരിച്ചു, ഞാൻ ഉയർത്തു, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് ഈ ബന്ധം മനസ്സിലാകുന്നുണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോല് കർത്താവ് പത്രോസിന് കൊടുത്തു, മരണത്തിന്റെ നരകത്തിന്റെ താക്കോല് കർത്താവ് കയ്യിൽ വെച്ചിരിക്കുക. നിങ്ങളൊരു 100 പ്രാവശ്യത്തെ കേൾക്കണം കേട്ടോ. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് ഈശോ മിശിഹ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു, സ്വർഗരാജ്യത്തിന്റെ താക്കോല്. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോല് ഉത്തരനായി കർത്താവ് കൈവശം വെച്ചിരിക്കുകയാണ്. വെളിപാട് 1:18. എന്നിട്ടാണ് മരിച്ചവരുടെ ഇടയിൽ ഉത്ഥാനം ചെയ്തത്. അങ്ങനെ ഉത്ഥാനം ചെയ്തപ്പോൾ പഴയ നിയമത്തിൽ വിശുദ്ധരെ എല്ലാം അവനോടുകൂടി ഉയർപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 27:52-53 വചനങ്ങൾ. മാമോദിസ സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും അവനോടുകൂടി ഉയർക്കുകയുമാണ്. അതിനാൽ നാം ആദാമിന്റെ മക്കളല്ല. മാമോദിസ സ്വീകരിച്ച ആളുകൾ ആദാമിന്റെ മക്കളല്ല, സ്വർഗത്തു നിന്നുള്ള മനുഷ്യനായ ക്രിസ്തുവിന്റെ മക്കളാണ്. അവനൊരു അല്ലേ, ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ നമ്മൾ മനുഷ്യരെല്ലാവരും ദൈവ മക്കളാണെന്നൊക്കെ പറയും. പക്ഷെ അതൊരു ആലങ്കാരിക ഭാഷയിലാണ്. യാഥാർത്ഥ്യത്തിൽ മാമോദിസ, ക്രിസ്തീയ മാമോദിസ, അതായത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുള്ള മാമോദിസ, ജലസ്നാനമല്ല, നദിയിലെയും പുഴയിലെയും സ്നാനമല്ല, മുകളിൽ നിന്നുള്ള സ്നാനം. അത് സ്വീകരിച്ച, അതായത് കർത്താവിന്റെ വക്ഷത്തിൽ നിന്ന് പിളർക്കപ്പെട്ട വക്ഷത്തിൽ നിന്ന് ഒഴുകിയ ജീവജലത്തിലും ജീവരക്തത്തിലും മാമോദിസയും കുർബാനയും അതിനിടയിൽ തൈലാഭിഷേകവും 3 കൂടി ഒരുമിച്ചൊക്കെ പരികർമ്മം ചെയ്തതിന് കാരണം അതാണ്. അതിലൂടെ അവന്റെ പാർശ്വത്തിൽ, തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ, വക്ഷത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ട അവർ മാത്രമാണ് ശരിക്കും ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ട് തന്നെ ഈ അല്ലാത്തവര് ദൈവത്തിന്റെ മക്കളായിട്ടില്ല. ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഒരു മക്കളായിട്ടില്ല. ഈ ലിറ്റർജിയിൽ ദൈവത്തിന്റെ മക്കളായി തീർന്ന, ഇങ്ങനെ നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ കൈവശം വെച്ചിരിക്കുന്ന ആ കർത്താവിനോട് ഉൾച്ചേർക്കപ്പെട്ടവർക്ക് മാത്രമേ ലിറ്റർജിയിൽ പങ്കെടുക്കാൻ പറ്റൂ. കാരണം ശരിക്കും ദൈവത്തിന്റെ മക്കളായവർ അവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് മാത്രമാണ് വിശുദ്ധ കുർബാനയായിട്ട് കർത്താവ് വരുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ക്രിസ്തു വന്നിട്ട് എന്ത് കാര്യം ഉണ്ടായി? ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യവംശവും ക്രിസ്തുവിന് ശേഷമുള്ള മനുഷ്യവംശവും ഒന്നാണോ? പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അയ്യോ, എല്ലാം ഒന്നായിരിക്കുന്നല്ലോ. എന്ത് വ്യത്യാസം? രാഷ്ട്രീയം കുറെ കൂടി കലുഷിതമായി, സംസ്കൃതി കുറച്ചുകൂടി അലമ്പായി, അക്രമം കൂടി, ഉച്ചനീചിത്വങ്ങൾ കൂടി. അപ്പം തിന്മങ്ങനെ വർദ്ധിച്ചിരിക്കുകയാണെന്നൊക്കെ തോന്നും. സത്യത്തിൽ അത് ശരിയല്ല. ഇപ്പൊ നമ്മൾ 800 കോടി മനുഷ്യരിൽ 240 കോടി ക്രിസ്ത്യാനികളുണ്ട്. 800 കോടിയാണ് മൊത്തം മനുഷ്യർ, അതിൽ 240 കോടി ക്രിസ്ത്യാനികളാണ്. അതിൽ തന്നെ വലിയൊരു ശതമാനം കത്തോലിക്കരാണ്. അവരിലേക്ക് കർത്താവ് വരുന്നു. കർത്താവ് വരുമ്പോൾ എവിടേക്ക് പോകുന്നത്? ഹൃദയത്തിലേക്ക് പോകുമോ അതോ ഉദരത്തിലേക്ക് പോകുമോ? ഹൃദയത്തിലേക്ക് പോയി ഉടനെ നമ്മൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ടി വരും. അവൻ പോകുന്ന ഉദരത്തിലേക്ക്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? കർത്താവ് നമ്മുടെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഭാഗമായിട്ട് മാറുന്നു. അസിമിലേറ്റ് ചെയ്യണം നമ്മുടെ ശരീരവുമായിട്ട്. അപ്പോ കത്തോലിക്കരുടെ
ശരീരവും അകത്തോലിക്കരുടെ ശരീരവും ഒന്നാണോ? അല്ല. കത്തോലിക്കര്, കുർബാന സ്വീകരിച്ചിട്ടുള്ള കത്തോലിക്കര്, അവരിൽ ദൈവം അവരുടെ മാംസരക്തങ്ങളുമായി ഒന്നായിരിക്കുന്നു. അപ്പോൾ ഒരു 240 കോടി കത്തോലിക്കരില് ഒരു 150 കോടിയോളം, 240 ക്രിസ്ത്യാനികളിൽ 150 കോടി 160 കോടിയോളം കത്തോലിക്കരാണ്. അതിൽ വളരെ ചുരുക്കം, ഇപ്പം ജർമ്മനിയിലൊക്കെ കുറച്ച് പേര് പോകുന്നില്ലെങ്കിലും ബഹുഭൂരിപക്ഷം പള്ളി പോകുന്നവരും കുർബാന സ്വീകരിക്കുന്നവരുമാണ്. അപ്പോൾ അവരുടെ ശരീരം മുഴുവൻ കർത്താവിനാൽ പെർമിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ലോകം പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും? അതേ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം ഒരുപോലെയാണോ? അല്ല. ഈ അങ്ങനെ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മന്റെ ആലയമായി തീർന്നവർക്ക് ഒരുമിച്ച് വരാനുള്ള ഇടമാണ് പള്ളി. ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മന്റെ ആലയമായി തീർന്ന ആ ആളുകൾക്ക് ഒരുമിച്ച് വരാനുള്ള സ്ഥലമാണ് പള്ളി. അപ്പോൾ ആ പള്ളിയും വിശുദ്ധമാകുകയാണ്, അത് സ്വർഗത്തിന്റെ പ്രതീകമാകുകയാണ്. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനത്തിലൂടെ സംഭവിച്ചത് വലിയ കാര്യമാണ്. ഈ താക്കോൽ ആരുടെ കയ്യിലും, നരകത്തിന്റെ താക്കോൽ ആരുടെ കയ്യില? യേശുക്രിസ്തുവിന്റെ കയ്യിൽ. അപ്പോൾ ഈ ആ താക്കോൽ ഉപയോഗിച്ച് നമ്മെ പിശാചിന്റെ അടിമത്തിൽ നിന്നും അങ്ങനെ വിമോചിപ്പിക്കുന്ന സംഭവമാണ് കുമ്പസാരത്തിൽ നടക്കണേ. നമ്മൾ പാപം ചെയ്യുമ്പോൾ പിശാചിന്റെ നുഖമെടുത്ത് വെക്കുകയാണ്, നമുക്കത് ഒടിച്ചു കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കർത്താവിനടുക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് ആ പിശാചിന്റെ നുഖം ഒടിച്ചു കളയാണ്. കാരണം എന്താ? നരകത്തിന്റെ താക്കോല് കർത്താവിന്റെ കയ്യിലാണ്, മരണത്തിന്റെ താക്കോല് കർത്താവിന്റെ കയ്യിലാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് കൈമാറിയ കർത്താവ് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോല് തന്റെ കൈവശം വെച്ചിരിക്കുക. ഇത് വിശ്വസിച്ചാലേ നമുക്ക്, ഈ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചാലേ നമുക്ക് ലിറ്റർജിയും സഭയും എന്താണെന്ന് മനസ്സിലാകൂ. ഇതൊക്കെ പുരാണമാണ്, ഐതിഹ്യമാണെന്ന് എറണാകുളത്തെ ആളുകൾ പറയുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കരുത്. അവർക്ക് എല്ലാം കെട്ടുകഥയാണ്. അതുകൊണ്ടാണ് ലിറ്റർജിയോട് താല്പര്യമില്ലാത്തത്. എല്ലാവരുമല്ല, ലിറ്റർജി താല്പര്യമില്ലാത്തത് ഞാൻ പറയുന്നത്. 6ാമത്തെ കാര്യം, എല്ലാ ദാനങ്ങളും ഉൾക്കൊള്ളുന്ന വിശേഷപ്പെട്ട ദാനമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ രക്ഷയുടെ ആദ്യ ഗഡുവായി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ് സഭയുടെ ലിറ്റർജിയിൽ. നമ്മുടെ രക്ഷയുടെ ആദ്യ ഗഡുവായി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ് ലിറ്റർജിയിൽ. എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ, നിങ്ങൾ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമായ സത്യത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അക്ഷാരമായ വാഗ്ദാനത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളും മുദ്രിതരായിരിക്കുന്നു. ഈ വചനം നിങ്ങൾ പല പ്രാവശ്യം കേട്ടോളോ, ഞാൻ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വെച്ച് വാക്ക് അച്ചാരം, ഗ്രീക്കിൽ അറാബോൺ എന്നാണ് വാക്ക്. അറാബോൺ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊരു വാക്കാണിത്. മുഴുവൻ തുകയും പിന്നീട് നൽകാമെന്നതിന് ഉറപ്പായി നാം മുൻകൂർ കൊടുക്കുന്നൊരു പണം, ഡൗൺ പേയ്മെന്റ് എന്ന് പറയില്ലേ, ഡൗൺ പേയ്മെന്റ്, അല്ലെങ്കിൽ മുൻകൂറായി കൊടുക്കുന്നൊരു വസ്തു. ഇപ്പൊ നമ്മളൊരു ഭൂമി കച്ചവടം ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അച്ചാരമായിട്ട് ഒരു 10,000 രൂപ കൊടുത്തു. നമ്മൾ എന്താ പറയുക അതിന്? തുടക്കം അച്ചാരം തന്നെ പറയാ, അച്ചാരം കൊടുക്കുന്നു. ഡൗൺ പേയ്മെന്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അതാണ്. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ആദ്യ ഗഡുവായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഹീബ്രു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഇത് സംസാരിക്കുന്നത്. സ്വർഗത്തിൽ സ്വന്തമാകുമെന്ന് നാം പ്രത്യാശിക്കുന്ന ജീവന്റെ സമൃദ്ധിയുടെയും അനുഗ്രഹ സാഫല്യത്തിന്റെയും അച്ചാരമാണ്, ആദ്യ ഗഡുവാണ് മാമോദീസ എല്ലാം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. സ്ലീഹന്മാരുടെ നടപടി 2:38, 2 കൊരിന്തോസ് 1:22, 5:5, കത്തോലിക്ക സഭയുടെ മതബോധനം 1107. അപ്പൊ സ്വാഭാവികം നമ്മൾ ചോദിക്കുമ്പോൾ മാമോദീസ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതല്ലേ? അതെ. യേശു പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായവനല്ലേ? അതെ. പിന്നെ എന്തിനാണ് മാമോദീസ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെയും വന്നത്? അത് കഴിഞ്ഞ് മരുഭൂമിയിൽ പരീക്ഷയ്ക്ക് പോയപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ പോയത് എന്തിനാ? തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധാത്മ നിറവുണ്ടായത് എന്തിനാ? അപ്പോൾ ജനിച്ചത് കൊണ്ട് മാത്രം പോരാ, പരിശുദ്ധാത്മാവുമായിട്ടൊരു ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം. ആ കണക്ഷൻ നിലനിർത്തുന്നതാണ് മറ്റു കൂദാശകൾ, വിശേഷിച്ച് വിശുദ്ധ കുർബാന. അപ്പോൾ ആദ്യ ഗഡുവായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞ് വരുന്നതിനെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയണേ. വിശുദ്ധ കുർബാന. അതുകൊണ്ട് ജീവദായകനായ ആത്മാവായിട്ടാണ് കുർബാനയിലെ ഈശോ നമ്മിലേക്ക് വരുന്നത്. ജീവദായകനായ ആത്മാവായിട്ട്. കാരണം ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജീവദായകനായ ആത്മാവായിട്ടാണ് യേശു കുർബാനയിൽ നമ്മിലേക്ക് വരുന്നത്, പരിശുദ്ധാത്മ കൊണ്ട് നിറയ്ക്കാൻ. അത് കുർബാനയിൽ മാത്രമേ നടക്കുന്നുള്ളൂ.
നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവന്റെ സമൃദ്ധി ഇല്ല. അവസാനമായിട്ട് മുദ്രയിട്ടുന്ന പറയണേ, മുദ്ര ഇല്ലേ, നിങ്ങൾ മുദ്രയിട്ടു. ഈ 2 കൊരിന്ത്യർ 1:22 ആ വചനം പിന്നെയും ആവർത്തിച്ചിട്ടുണ്ട്. അവിടെ നമ്മെ മുദ്രയിട്ടു, ആത്മാവൻ അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. മുദ്രയിടുക, അതിന് സ്ഫ്രാഗിറ്റ്സോ എന്നാണ് ഗ്രീക്ക്. സ്ഫ്രാഗിറ്റ്സോ, മുദ്ര വെക്കുക, മുദ്ര വെച്ച് ഭദ്രമാക്കുക, മുദ്ര വെച്ച് അടയാളപ്പെടുത്തുക, മുദ്ര വെച്ച് മാറ്റി നിർത്തുക, സത്യമെന്ന് ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തുക, സമ്മതിച്ച് എഴുതി കൊടുക്കുക, തെളിയിക്കുക എന്നെല്ലാം അതിനർത്ഥമുണ്ട്. യോഹന്നാൻ 3:33 അത് ഉപയോഗിച്ചിട്ടുണ്ട്. കളിമണ്ണിലോ മെഴുകിലോ തീർത്ത മുദ്രയാണ് പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്നത്. രാജാവ്, രാജ്ഞി, നിയമാനുസൃതമുള്ള വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് വ്യക്തമാക്കുന്നതിനോ കത്തയച്ചത് ആരെന്ന് വ്യക്തമാക്കാനോ ഇങ്ങനെ മുദ്രയിട്ടിരുന്നു. 1 രാജാക്കന്മാർ 21:8, എസ്തറിന്റെ പുസ്തകം 8:10, ദാനിയേൽ 6:17 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവമാണ് നമ്മുടെ ഉടമസ്ഥൻ എന്ന് അംഗീകരിക്കുന്ന ആന്തരിക ചിഹ്നം നമ്മളിൽ ഇട്ടിരിക്കുക. നമ്മുടെ ഉടമസ്ഥൻ ദൈവമാണ്, നമ്മുടെ ഉടമസ്ഥൻ ദൈവമാണ്. അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന ഒരു ആന്തരിക മുദ്ര നമ്മൾ ഇട്ടിരിക്കുക. മാമോദിസ, തൈലാഭിഷേകം, 2 കൂതാശികൾ. മാമോദിസ, തൈലാഭിഷേകം. തൈലാഭിഷേകം ലത്തീൻ സഭയിൽ പറയുന്നത് സ്ഥൈര്യലേപനം എന്നാണ്. എന്നീ കൂതാശികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവില് മാഞ്ഞു പോകാത്തൊരു ദൈവിക മുദ്ര പതിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയും സംരക്ഷണവും സ്വീകരിക്കാൻ ഈ അടയാളം നമ്മെ പ്രാപ്തരാക്കുന്നു. ദൈവത്തിന്റെ കൃപയും സംരക്ഷണവും ദൈവത്തിന്റെ ജീവനും ഇത് മാഞ്ഞു പോകാത്ത ദൈവിക മുദ്ര ആയതിനാലാണ് ആ കൂതാശികൾ വീണ്ടും സ്വീകരിക്കാൻ പാടില്ലെന്ന് പറയണേ. കത്തോലിക്ക സഭയുടെ മതബോധനം 12:72-74. അപ്പോൾ രക്ഷയുടെ ആദ്യ ഗഡുവായി പരിശുദ്ധാത്മ നമ്മിലേക്ക് ചൊരിയുമ്പോൾ അത് പിന്നെ തൈലാഭിഷേകത്താൽ സ്ഥിരപ്പെടുത്തുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് ഒരു മുദ്ര ഇടുകയാണ്. ഒരു മുദ്ര ഇങ്ങനെ വെക്കുകയാണ്. എന്താണ് മുദ്രയുടെ അർത്ഥം? നമ്മൾ ദൈവത്തിന്റെ ആളുകളാണ്. നമ്മൾ ദൈവത്തിന്റെ ആളുകളാണ്. ഇതുകൊണ്ടാണ് മാമോദിസ സ്വീകരിച്ച ആളുകള് നരകത്തിൽ പോകാൻ സാധ്യത വളരെ കുറവാന്ന് പറയണേ. എന്ന് വിചാരിച്ചിട്ട് തോന്നിയവാസമൊക്കെ നടന്നാൽ ഇല്ലേ, ഓരോരുത്തരും പ്രവൃത്തികൾക്കനുസരണം വിധിക്കുമെന്നാണ് ബൈബിളിൽ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം. നമ്മൾ മാരകപാപത്തിൽ മരിച്ചാൽ നരകത്തിൽ പോകും, സംശയമൊന്നുമില്ല. എങ്കിലും മാമോദിസ സ്വീകരിച്ചവർക്ക് ഇങ്ങനെ ഒരു മുദ്ര, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്, മാഞ്ഞു പോകാത്ത മുദ്ര. അതിനാൽ ഈ മരിക്കുന്ന നേരത്തെങ്കിലും ഒരു പശ്ചാത്താപത്തിനുള്ള സാധ്യത, ഈ നല്ല കള്ളന്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ ചിലപ്പം സംഭവിക്കാം എന്ന് വിചാരിച്ച് നല്ല കള്ളനെ വിളിക്ക് മാനസാന്തരപ്പെടാം അല്ലേ എന്ന് വിചാരിച്ച് നടക്കരുത്. അങ്ങനെ പശ്ചാത്തപിക്കാൻ പറ്റാതെ നമ്മൾ മരിച്ചു പോകാം. അപ്പോൾ എന്ത് ചെയ്താലും ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറയുന്നത് മൂലപാപങ്ങളിൽ ഒന്ന്. ഞാൻ എത്ര പാപം ചെയ്ത് രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്നതും മൂലപാപമാണ്. എന്ത് ചെയ്താലും ദൈവം എന്നെ രക്ഷിക്കും, കാരണം പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്റെ കയ്യിലുണ്ട് ഇല്ലേ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നാലും രക്ഷ പ്രാപിക്കില്ല. അത് മൂലപാപങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് മുദ്ര, ദൈവമാണ് നമ്മുടെ ഉടമസ്ഥൻ എന്ന് നമ്മുടെ ആത്മാവിൽ മുദ്ര കുത്തിയിരിക്കുക. ഇത് സംഭവിക്കുന്നതാണ്. അത് ആ മുദ്ര പിന്നും തെളിച്ചു തരികയാണ് ഈ കുർബാനയിൽ. അപ്പൊ ഇതാണ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങള്, ദൈവിക വാഴ്വ് പൂർണ്ണമായ തോതിൽ വെളിപ്പെടുന്നതും പകർന്നു നൽകുന്നതും സഭയുടെ ലിറ്റർജിയിലാണെന്ന് പറയുന്നത്. ചെറിയ സംഗതികളല്ല ഞാനിന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ നിങ്ങളിത് പല പ്രാവശ്യം കേട്ട് ധ്യാനിച്ച് നോട്ടെടുത്ത് കത്തോലിക്ക മതബോധനത്തിന്റെ ആ ഖണ്ഡം ഒന്നുകൂടി വായിച്ച് അതിലത്തെ ഓരോ വാക്കുകൾ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് എഴുതി നോട്ടെടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നും അങ്ങനെ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഈ അറിവുണ്ടാകണമെന്നും ആ അറിവ് കർത്താവിനോട് സ്നേഹത്തിലേക്കും മറ്റുള്ള സ്നേഹത്തിലേക്കും നയിക്കണമെന്നും ആഹ്വാനം ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.